അസ്സലാമലൈക്കും. അപ്പോൾ നമ്മൾ അലയിലുള്ള ഒരു മ്യൂസിയമാണ് അലൈൻ മുറബ്ബ പോലീസ് മ്യൂസിയം. അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ അബുദാബി എമിറേറ്റ്സിൽ അലൈനിലുള്ള ഒരു മ്യൂസിയമാണ് ഈ പറഞ്ഞ അലൈൻ അൽ മുറബ്ബ പോലീസ് മ്യൂസിയം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ UAE പോലീസ് സേനയുടെ പൈതൃകം പര്യവേഷണം ചെയ്യുന്ന ഒരു മ്യൂസിയമാണിത്. ചരിത്രത്തിലുടനീളം നിലനിന്നിരുന്ന വ്യത്യസ്ത പോലീസ് സേനകളുടെ ഉപകരണങ്ങളും ഫലങ്ങളും പ്രദർശിപ്പിക്കുന്ന നിരവധി ഇനങ്ങൾ അതിൻ്റെ ഗാലറിയിലുണ്ട്. കൂടാതെ അവയെ വിവരിക്കുന്നതും വിശദീകരിക്കുന്നതുമായ വിവിധ വിവരങ്ങളും ഇവിടെയുണ്ട്. മ്യൂസിയത്തിനടുത്തുള്ള അൽ മുറബ്ബ കോട്ട, അതായത് അലൈനിലെ അൽ മുറബ്ബ കോട്ടയോട് ചേർന്നാണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇത് ദിവസവും രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 വരെ തുറന്നിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളി ശനി പൊതു അവധി ദിവസങ്ങളിൽ ഇത് അടച്ചിരിക്കും. അപ്പോൾ ഈ മുടക്ക് ദിവസങ്ങളിൽ ഉണ്ടാവില്ല. അല്ലാത്ത ദിവസം 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 വരെ ആർക്കും വന്ന് ഇത് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അവരെല്ലാതും വളരെ കൃത്യമായിട്ടും വളരെ മനോഹരമായിട്ടും ഒക്കെ നല്ല രീതിയിൽ അതൊക്കെ അവിടെ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പോലീസിൻ്റെ അബുദാബി അലൈൻ പോലീസിൻ്റെ ആ പഴയ കാലത്തുള്ള ആ സിവിലൈസേഷൻ എന്നൊക്കെ പറയുന്ന ഇതിലുള്ള പോലീസിൻ്റെ ആ പഴയ കാലത്തെ പോലീസ് ഓരോ പഴയ കാലത്ത് പോലീസ് ദ പ്രീ ഇസ്ലാമിക് ഏരിയ, അതുപോലെ തന്നെ പോലീസ് ഇൻ ദ ഏർലി ഡേയ്സ് ഓഫ് ഇസ്ലാം, അതേപോലെ തന്നെ പോലീസ് ഇൻ ദ ഏരിയ ഓഫ് ദ ഖലീഫ്സ്, അതുപോലെ പോലീസ് ഇൻ ദ ഉമയ്യാദ്, അതുപോലെ അങ്ങനെ എല്ലാതും കൃത്യമായി പോലീസ് ഇൻ ഫ്രഞ്ച് അങ്ങനെ ഒരു പഴയ കാലഘട്ടത്തിലെ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് അതിന് ശേഷമുള്ള പുരോഗമനങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരെ വന്നിട്ടുള്ള ആ ഒരു അതിശയകരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഇവരിവിടെ നല്ല രീതിയിൽ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അറബിയിലും ഇംഗ്ലീഷിലൊക്കെ അത് എഴുതിയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പഠിക്കാനും അറിയാനും ഒക്കെ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇവിടെ വന്ന് ഇതൊക്കെ കാണാനും അലയിലുള്ളവർക്കും UAEയിലുള്ളവർക്കും അതുമാതിരി വിസിറ്റിങ്ങിന് വരുന്ന ആളുകൾക്കൊക്കെ അത് വന്ന് കാണാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ. ഇതൊക്കെ ഇവിടുത്തെ പഴയകാല മുദീർമാരുടെ അല്ലെങ്കിൽ അലൈൻ പോലീസ് ഡയറക്ടേഴ്സ് അതാത് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഡയറക്ടർ മുദീർമാരുടെ ഫോട്ടോസും ആ ഡേറ്റുകളും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കടന്ന് ഓരോന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ പഴയകാല പോലീസ് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, അതുപോലെ തന്നെ വെപ്പൺസ്, ഗണ്ണ്, അതുപോലെ തന്നെ റിവോൾവർ, അതുപോലെ അവരുപയോഗിച്ചിരുന്ന വാക്കി ടോക്കി, പലതരം വാളുകൾ, കത്തികൾ, ഇതൊക്കെ കണ്ടില്ലേ, ഇതുപോലെയുള്ള തോക്കുകൾ, അങ്ങനെ എല്ലാം അത് ഡേറ്റും കാര്യങ്ങളും ഒക്കെ എഴുതി കൃത്യമായ രീതിയിൽ അതിൻ്റെ ഏത് കാലഘട്ടത്തിലാണ് അതൊക്കെ ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതൊക്കെ അവർ നല്ല രീതിയിൽ തന്നെ അത് നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു പോലീസ് അവരുടെ ID കാർഡുകളും മറ്റുള്ളതൊക്കെ ആണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ, അതായത് അവർ അന്നത്തെ ഈ പോലീസിൻ്റെ മ്യൂസിക് വിഭാഗത്തിൻ്റെ ഒക്കെ ബാൻഡ് സെറ്റ് പോലുള്ളതൊക്കെ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ 2 TV അവിടെ വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് പോലീസിൻ്റെ അന്നത്തെ കാലഘട്ടത്തിൽ വന്ന മാറ്റങ്ങളും പുരോഗമനങ്ങളൊക്കെ ഉള്ളത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ളതൊക്കെ അതിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ അവരുടെ യൂണിഫോമുകളും പിന്നെ അതുപോലെ തന്നെ റിവോൾവറും അതിലിടുന്ന അതിൻ്റെ തിരകളും ഒക്കെയാണ്. ഈ പോലീസിൻ്റെ തന്നെ വ്യത്യസ്ത രൂപത്തിലുള്ള യൂണിഫോമുകൾ, അതിൻ്റെ ഡീറ്റെയിൽസുകൾ കംപ്ലീറ്റ് അതവിടെ ഒരു സൈഡിലുണ്ട്. പിന്നെ വനിതാ പോലീസ് ഉപയോഗിച്ചിരുന്ന ആ ഡ്രസ്സുകളും, അതുപോലെ തന്നെ അവരുടെ വാക്കി ടോക്കി, ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന വാക്കി ടോക്കികൾ, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അന്നത്തെ സർട്ടിഫിക്കറ്റുകൾ ഒക്കെയാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഓരോ വനിതാ പോലീസിൻ്റേതായിട്ടുള്ള അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും, പിന്നെ അതിൻ്റെ വീണ്ടും വെപ്പൺസ് കാര്യങ്ങൾ ഒക്കെ ഇതൊരു വനിതാ പോലീസിൻ്റെ ഒരു യൂണിഫോമായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ ഓരോന്നും നമുക്ക് പഠിക്കാനും അറിയാനും ആ പഴയ കാലത്തെ കമ്പ്യൂട്ടറുകൾ, അന്ന് പോലീസ് ഉപയോഗിച്ചിരുന്ന പഴയകാല കമ്പ്യൂട്ടറുകൾ, പഴയകാല ക്യാമറകൾ, അതുപോലെ തന്നെ അവിടെ ഈ ഓവർ സ്പീഡിൽ പോകുന്ന ആളുകളെ പിടിക്കാനുള്ള റഡാറുകൾ, ഇത് വീണ്ടും ഗണ്ണും പിന്നെ ഇതൊക്കെയാണ് കണ്ടില്ലേ. റഡാർ, ഞാൻ നേരത്തെ പറഞ്ഞ റഡാർ, ഓവർ സ്പീഡിൽ പോകുന്ന അല്ലെങ്കിൽ നിയമം തെറ്റിച്ച് സിഗ്നലിൽ നിന്നൊക്കെ പോകുന്ന ആളുകൾ അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ട് മൂവ് ചെയ്യുന്ന ആളുകളെ പിടിക്കാനുള്ള റഡാറുകൾ, പിന്നെ വാക്കി ടോക്കികൾ, അന്നത് ഉപയോഗിച്ചിരുന്ന ഫോണുകൾ, പിന്നെ അതുപോലെ തന്നെ അവരുടെ ബാഡ്ജുകൾ, അതുപോലെ വീണ്ടും വ്യത്യസ്തമായിട്ടുള്ള ഓരോ കാലഘട്ടത്തിനുള്ള യൂണിഫോമുകൾ, അങ്ങനെ ഒക്കെ
നല്ല മനോഹരമായിട്ട് ഭംഗിയായിട്ട് വെച്ചത്. അത് വീണ്ടും നമ്മളിപ്പോൾ കാണുന്നത് ഈ കുറേ ആ കാലഘട്ടത്തിലുള്ള ID കാർഡുകൾ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ മുൽക്കിയ അത്തരം സംഗതികളാണെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അത് ഓരോ കാലഘട്ടത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളതൊക്കെ അവർ ഇവിടെ പ്രദർശിപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കുറേ നമ്പർ പ്ലേറ്റുകളാണ്. ഇതൊക്കെ സീറോയിലാണ് കാണുന്നത്. ഇത് ചിലപ്പോൾ വല്ല VIP-കളുടേതോ അല്ലെങ്കിൽ എന്താണ് അവരുടെ വല്ല മുതിർന്മാരുടേതോ അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് നമുക്ക് തോന്നുന്നത്. കൃത്യമായിട്ട് അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല. ഇതിപ്പോൾ നമ്മൾ അന്ന് പോലീസ് ഉപയോഗിച്ചിരുന്ന മോട്ടോർ സൈക്കിള്, അതുപോലെ തന്നെ അന്നൊക്കെ പഴയ കാലത്തൊക്കെ വന്ന ആളുകൾക്ക് മനസ്സിലാവും ഇതുപോലത്തെ മോട്ടോർ സൈക്കിളിലാണ് പോലീസൊക്കെ പെട്ടെന്ന് വരികയൊക്കെ ചെയ്യുക. പിന്നെ അന്ന് ഉപയോഗിച്ചിരുന്ന കാലത്ത് ഉപയോഗിച്ചിരുന്ന ജീപ്പ്, അങ്ങനെ എല്ലതും. പിന്നെ അത് വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ റഡാറ്, ക്യാമറകൾ ഒക്കെ സിഗ്നലിൽ നിന്നും നിയമവിരുദ്ധമായിട്ട് വണ്ടി ഓടിച്ചു പോകുന്ന ആൾക്കാരൊക്കെ പിടിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ക്യാമറകളും റഡാറ് സിസ്റ്റങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് പിന്നെ അതിൽ കൂടുന്ന അപ്പോൾ തിരിച്ച് വരുന്ന നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വീണ്ടും കടന്നു വരുമ്പോൾ നമുക്ക് വീണ്ടും അവിടുത്തെ ഓരോ കാര്യങ്ങൾ അവരവിടെ ഇങ്ങനെ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഓഫീസർമാരൊക്കെ നമ്മുടെ അടുത്ത് നല്ല സ്നേഹത്തോടെയും നല്ല രീതിയിലൊക്കെയാണ് നമ്മളായിട്ട് അവർ സഹകരിച്ചതൊക്കെ. നമ്മളവിടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഒക്കെ പറഞ്ഞു തരാനും അവരെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ ഉള്ള വലിയൊരു മനസ്സ് അവർ കാണിച്ചു. അത് എന്തായാലും ഇരിക്കാൻ പറ്റില്ല. നല്ല രീതിയിലാണ് അവർ നമ്മുടെ അടുത്ത ഓഫീസർമാരൊക്കെ നമ്മുടെ അടുത്ത് പെരുമാറിയത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊക്കെ വന്ന് കാണുക, പഠിക്കുകയൊക്കെ ചെയ്യുക. അത് നേരത്തെ പറഞ്ഞ ഓഫീസറാണ്, വളരെ നല്ലൊരു സ്നേഹനിധിയായ ഒരു മനുഷ്യനാണ്. എന്തായാലും നമ്മളിതൊക്കെ കണ്ടു, നിങ്ങൾക്കിതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. എല്ലാവരോടും ഇത് കണ്ടതിന് താങ്ക് യു. ഓക്കെ, ബൈ ബൈ.